സാമ്പാർ, രസം, പുളിയിഞ്ചി, അച്ചാർ ഇതിലൊക്കെ ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റും കൂട്ടുവാൻ പണ്ട് മുതലേ നമ്മൾ മസ്റ്റായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമുള്ള കായം. നല്ല ക്വാളിറ്റിയും സ്മെല്ലും ഉള്ള കായം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ റെഡിയാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അല്ലേ. അതുകൊണ്ട് തന്നെ ഞാനിന്ന് റെഡിയാക്കുന്ന പുളിയിഞ്ചി കറി പ്രാൺസ് കായം പൗഡർ യൂസ് ചെയ്തിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. കായം പൗഡർ യൂസ് ചെയ്യുന്നത് ഫുഡിൻ്റെ ടേസ്റ്റും സ്മെല്ലും കൂട്ടാൻ മാത്രമല്ല, നല്ല ദഹനത്തിനും ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് പ്രശ്നങ്ങൾക്കും ഇത് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും. പുളിയിഞ്ചി കറി റെഡിയാക്കാൻ ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചി നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് അതിൻ്റെ പശപ്പൊക്കെ കളഞ്ഞ് വെള്ളം കളഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് വാളംപുളി ചെറു ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ജ്യൂസ് നമുക്ക് ഈ ഫ്രൈ ചെയ്ത ഇഞ്ചിയിലേക്ക് ഒഴിച്ച് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചെറുപ്പത്തിലെ സ്കൂൾ വെക്കേഷൻ ടൈമിൽ ഉമ്മാൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ ഉമ്മാൻ്റെ ഉമ്മ സാമ്പാറും രസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നല്ല കട്ടക്കായം വെളിച്ചെണ്ണയിൽ മൊരിയിച്ച് പൊടിച്ചെടുക്കുമ്പോൾ കിച്ചണിൽ മുഴുവൻ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ആ ഒരു സ്മെല്ലാണ് പ്രാൺസ് കായം പൗഡറിൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി മധുരത്തിന് ആവശ്യമുള്ള പൗഡർ ശർക്കരയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ചെറുപ്പത്തിലെ റെഡിയാക്കുന്ന അതേ ടേസ്റ്റും സ്മെല്ലും ഫ്ലേവറും എനിക്ക് ഫീൽ ചെയ്തു. ഒറിജിനലും നല്ല ക്വാളിറ്റിയുള്ള കായം പൗഡർ യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ റെഡിയാക്കുന്ന ഓരോ കറികൾക്കും ഇത്രയും ടേസ്റ്റും സ്മെല്ലും ഫ്ലേവറും കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ സാമ്പാറും രസവും അച്ചാറും പുളിയിഞ്ചിയൊക്കെ റെഡിയാക്കുമ്പോൾ പ്രാൺസ് കായം പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വേപ്പിലയും ഉണക്കമുളകും ചേർത്തൊന്ന് ഫ്രൈ ചെയ്ത് പുളിയിഞ്ചി ഒന്ന് താളിച്ചെടുക്കാം. ഇനി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുറച്ച് നെയ്യിലേക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ തേങ്ങയും കുറച്ച് കാഷ്യൂവും ചേർത്ത് ഫ്രൈ ചെയ്ത് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി കറി ഇവിടെ റെഡിയായി. നമ്മൾ എങ്ങനെയൊക്കെ കറികൾ റെഡിയാക്കിയാലും ഇതിൽ ടേസ്റ്റ് കൂട്ടാൻ യൂസ് ചെയ്യുന്ന പൗഡർ നല്ല ക്വാളിറ്റിയും ഒറിജിനലും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ പുളിയിഞ്ചി കറി ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.